ഈഴവ സമുദായം ശ്രീനാരായണ ആദർശങ്ങൾ മറന്ന് BJP-യിലേക്ക് പോയെന്ന MV ഗോവിന്ദന്റെ വിമർശനത്തിന് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ ഈഴവൻ പോയെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. BJP-ക്ക് വേണ്ടി പ്രചാരണം നടത്താൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. 5 കൊല്ലം ഭരിച്ചപ്പോൾ പിണറായി എടുക്കായിരുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സർക്കാരിനും CPM-നുമെതിരെ രൂക്ഷമായ പ്രതികരണം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ പാർട്ടി നിലപാടിൽ തിരുത്തൽ വേണമെന്ന് ആവർത്തിക്കുകയാണ്. പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങളെ വെറും വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രമാണ് പാർട്ടി പരിഗണിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. UDF ആയാലും LDF ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഈഴവന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി വന്ധീകരിച്ചപ്പെട്ട ഒരു സമുദായമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അതാണ് വന്ധീകരിച്ചത്. ആ മുഖ്യമന്ത്രി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയ വന്ധീകരണം നടത്തിയാണ് എല്ലാ മുന്നണിയിലും ഈഴവനെ നിർത്തിയിരിക്കുന്നത്. ജാതി വിവേചനം ഉണ്ടാകുമ്പോഴാണ് ജാതി പറയേണ്ടി വരുന്നത്. ഈഴവർ പാർട്ടിയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഈ സാമൂഹ്യ നീതി നടക്കാതെ വരുമ്പോഴാണ് ഈ ജാതി ചിന്ത എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ജാതി വിവേചനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു സാമൂഹ്യ നീതിയോട് നടപ്പാക്കണം. ഞങ്ങൾക്ക് സാമൂഹ്യ നീതി ആര് തരുന്നു? എല്ലാ വോട്ടുകുത്തി യന്ത്രങ്ങൾ. ഭാര്യ പ്രീതി നടേശൻ NDA കൺവെൻഷന് പോയി എന്ന കാര്യം വെള്ളാപ്പള്ളി സ്ഥിരീകരിച്ചു. എന്നാൽ താൻ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അല്ല, പ്രീതി അവിടെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ള നേരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് SNDP-കാരൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യത്തിനും BJP-കാർക്ക് കൊണ്ട് പ്രചരണത്തിൽ പോയിട്ടില്ല. അത് പോകാനുള്ള ഒരു ഉദ്ദേശവും തൽക്കാലമില്ല. ഞാൻ എന്നെ കൊണ്ടുവെക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. മുസ്ലിം പ്രീണനമുണ്ടെന്നും അതിനർത്ഥം മുസ്ലിങ്ങൾ അനർഹമായി എന്തെങ്കിലും നേടുന്നു എന്നതല്ലെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു. ഈ മുസ്ലിം പ്രീണനമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ഒരുപാട് അവകാശം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവർക്ക് അധികാരം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. 9 പേരെ എടുത്തതിൽ 5 പേര് മുസ്ലിമാണ്. അത് തന്നെ വസ്തുത. അത് നോമിനേറ്റ് ചെയ്താണ്. തെരഞ്ഞെടുത്ത് ഇനി അവർക്ക് അവകാശം കിട്ടാൻ കാണും, മേടിച്ചോട്ടെ. നോമിനേറ്റ് ചെയ്തതിൽ 5 മുസ്ലിം, 2 ക്രിസ്ത്യാനി. അത് ശരിയായ റിപ്പോർട്ടർ RC റിപ്പോർട്ടർ ആലപ്പുഴ.